പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ഡൽഹിയിൽ തുടങ്ങി. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് നിർണായക യോഗം ചേർന്നത്. അതേസമയം ജമ്മുകശ്മീരിൽ നാളെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. വിനീത വി.ജി. ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഒപ്പം പഹൽഗാമിൽ നിന്നും ബൽറാം നെടുങ്ങാടി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, പഹൽഗാമിലെ നിലവിലെ സാഹചര്യം എന്താണ്? ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സർവകക്ഷി യോഗം വിളിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം, വിവരങ്ങൾ? പ്രജിൻ, ജമ്മുകശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം സർവകക്ഷി യോഗത്തിന് ക്ഷണിച്ചുകൊണ്ട് ജമ്മുകശ്മീരിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് കത്ത് അയച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ സർവകക്ഷി യോഗം. ജമ്മുകശ്മീരിലെ ജനങ്ങളിൽ ആത്മവിശ്വാസം പകരാൻ ആവശ്യമായി എന്തെല്ലാം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. പ്രധാനമായും സംസ്ഥാനത്തെ ഈ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് ഈ സംഭവം. ഇത്തരത്തിൽ ഒരു വിനോദസഞ്ചാര സംഘത്തിന് നേരെ ഭീകരാക്രമണം സമീപകാലത്തൊന്നും തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകാത്ത ഒരു സംഭവമാണ്. അത് സംസ്ഥാനത്തിൻ്റെ പ്രതിച്ഛായയും ഒപ്പം തന്നെ സാമ്പത്തികമായും തകർക്കുന്നതാണ്. ഒപ്പം തന്നെയാണ് രാജ്യത്തിന് ഉയർത്തിയിരിക്കുന്ന വലിയ ഭീഷണി എന്നുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്യുന്നതിനായാണ് ഈ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതേസമയം ഈ ജമ്മു കശ്മീരിൽ ഇപ്പോഴും ശക്തമായ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണം ഉണ്ടായ ബൈസരൺ പ്രദേശത്തു നിന്നും 50 കിലോമീറ്റർ ചുറ്റളവിൽ സൈന്യം വളഞ്ഞ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ. ഈ ആക്രമണം നടത്തിയ ഭീകരവാദികൾ സമീപമുള്ള വനമേഖലയിലേക്കാണ് കടന്നു കളഞ്ഞത് എന്ന ദൃക്സാക്ഷികൾ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനമേഖലയിൽ തെരച്ചിൽ നടത്താൻ ആവശ്യമായ അത്യാധുനിക വാഹനങ്ങൾ അടക്കമുള്ളവ എത്തിച്ചിട്ടുണ്ട് തെരച്ചിലിനായി. അതിനായി CRPFന്റെ പ്രത്യേക സംഘങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘങ്ങളെയാണ് തെരച്ചിൽ അടക്കമുള്ള നടപടികൾക്കായി ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മേഖലയിലേക്ക്, ഈ 50 കിലോമീറ്റർ ചുറ്റളവിലേക്ക് പ്രദേശവാസികൾ ഒഴികെ മറ്റാരെയും കടത്തിവിടുന്നില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ശക്തമായ പരിശോധന ഈ പഹൽഗാമിൽ നിന്നും 50 കിലോമീറ്റർ അകലെ ഇവിടെ ഉണ്ട്. സംഘം എന്ന പ്രദേശത്തെ ദൃശ്യങ്ങളാണ് ഇത്. ഇവിടെ CRPFന്റെയും സംസ്ഥാന പോലീസിന്റെയും ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നു. അവർ ഓരോ വാഹനവും കൃത്യമായി പരിശോധിക്കുന്നു, മടക്കി അയക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ ഈ വിനോദസഞ്ചാരികളായി 3 വാഹനങ്ങൾ, 2 വാനുകളും ഒരു ബസ്സും അടക്കമുള്ള വാഹനങ്ങൾ വിനോദസഞ്ചാരികളുടേതായി എത്തിയിരുന്നു. നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകളാണ്. അവർ ഈ ആക്രമണ വിവരം അറിഞ്ഞിരുന്നു എങ്കിൽ പോലും അവർ അപ്പോഴേക്കും യാത്ര തിരിച്ചിരുന്നു, ജമ്മു കശ്മീരിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടൽ ഉൾപ്പെടെ ബുക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ അവർ ആ യാത്ര തുടരാൻ തീരുമാനിച്ച് ഇവിടെ എത്തിയെങ്കിലും ഈ പ്രദേശത്തിന് അപ്പുറത്തേക്ക് ഒരാളെയും കടത്തിവിടില്ല എന്ന നിലപാടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. ഇതിനെ തുടർന്ന് അവരെ ഇറങ്ങാൻ പോലും ഈ പ്രദേശത്ത് അനുവദിക്കാതെ അവരുടെ വാഹനം തിരിച്ചയക്കുകയായിരുന്നു. പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് സുരക്ഷാപരമായ കാരണം തന്നെയാണ്. ഈ ഭീകരരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്ത് എവിടെയോ ഭീകരർ ഒളിച്ചിരിപ്പുണ്ട്. അവർ സായുധരാണ്. വലിയ തോതിൽ തന്നെ ആക്രമണത്തിനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഈ നിലവിൽ ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് പോലും ഇത്തരത്തിൽ ഇനിയും വിനോദസഞ്ചാരികൾ ഈ മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ സുരക്ഷയുൾപ്പെടെ നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇതെല്ലാം ഒഴിവാക്കുന്നതിന് ഭീകരാക്രമണം നടത്തിയത് ആരാണ് എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. അവരുടെ ചിത്രങ്ങൾ സഹിതം അത് സൈന്യം പുറത്തുവിടുകയും ചെയ്തു. ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ആരാണ് എന്ന വിവരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പാകിസ്ഥാൻ കണക്ഷൻ എല്ലാം ഇപ്പോൾ സൈന്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് ഇവർ പിന്നീട് ഈ ആക്രമണത്തിന് ശേഷം പോയത് എന്നത് സംബന്ധിച്ച അന്വേഷണം അത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? നമ്മൾക്കറിയുന്നത് പോലെ ഈ പഹൽഗാമിലെ ഈ ബൈസരൻ വാലി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മിനി സ്വിറ്റ്സർലൻഡ് അറിയപ്പെടുന്ന ആ ഒരു മേഖല, അവിടത്തേക്ക് എത്തിച്ചേരാൻ വലിയ ദുർഘട പാതയാണ്. അതോടൊപ്പം തന്നെ ആ മേഖല തിരഞ്ഞെടുക്കാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ റെസ്ക്യൂ ഓപ്പറേഷൻ, രക്ഷാദൗത്യം വൈകിപ്പിക്കുക. മറ്റൊന്ന്, ഇവർക്ക് രക്ഷപ്പെടാൻ കൂടുതൽ സമയം കിട്ടുക. ഈ 2 കാര്യങ്ങളും നോക്കി ഏറ്റവും അനുയോജ്യമെന്ന് ഭീകരർ തീരുമാനിച്ച ഇടത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി ഇവരെ കണ്ടെത്തുക, അത് ഏത് രീതിയിലാണ് അന്വേഷണം നടക്കുക? ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷിച്ചാൽ മതിയേ എന്നാണോ സൈന്യത്തിന്റെ തീരുമാനം?
പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മേഖലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഭീകരവാദികൾ ഈ സ്ഥലം ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത്. ഈ പ്രദേശത്തേക്ക് ഒരു ആക്രമണ വിവരം അറിഞ്ഞാൽ, അപകട വിവരം അറിഞ്ഞാൽ പോലീസിന് എത്താൻ സമയമെടുക്കും. ഏതാണ്ട് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയം പോലീസിന് എടുക്കും. ഇന്നലെയും അത് എടുത്തിരുന്നു. ഈ സമയം കൊണ്ട് ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം. അതിൽ പ്രത്യേകിച്ച് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കയറ്റം കയറിയാണ് അവിടേക്ക് എത്തേണ്ടത് എങ്കിൽ ഭീകരവാദികൾക്ക് ഇറങ്ങി വനമേഖലയിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്നതാണ് ഈ സ്ഥലത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത എന്നുള്ളത്. ഇത് കണക്കാക്കി ഇവർ ഈ വനമേഖലയിലേക്ക് തന്നെയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ആദ്യ PCR കോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഉടൻ തന്നെ ഇക്കാര്യം പ്രദേശത്തുള്ള മുഴുവൻ സുരക്ഷാ യൂണിറ്റുകളെയും വിവരമറിയിച്ചിരുന്നു ഈ ജമ്മു കശ്മീർ പോലീസ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖല, ഇവർ രക്ഷപ്പെടാൻ സാധ്യതയുള്ള പ്രദേശം മുഴുവനായി തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ വളഞ്ഞു കഴിഞ്ഞിരുന്നു. അവിടെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഭീകരർക്കുൾപ്പെടെ ഇവിടെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാൽനടയായി മാത്രമായിരിക്കാം അവർക്ക് ഇവിടെ നിന്നും ഇറങ്ങാൻ കഴിയുക. അതുകൊണ്ട് തന്നെ അതിനെടുക്കുന്ന സമയത്തിന് മുൻപായി തന്നെ സൈന്യത്തെ അവിടെ വിന്യസിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാണ് സുരക്ഷാ സേന കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വനമേഖലയിൽ ഒരു ഒളിത്താവളത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവർക്ക് പ്രാദേശിക സഹായം ലഭിക്കുന്ന ഒരു വീട്ടിലോ മറ്റോ ആണ് ഇവർ ഒളിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ നിന്നും പോയിട്ടില്ല എന്ന ഒരു നിഗമനത്തിലാണ് സുരക്ഷാ സേന ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ 50 കിലോമീറ്റർ ചുറ്റളവിൽ പൂർണ്ണമായും അരിച്ചുപെറുക്കിയുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രജിൻ.